ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? എന്ത് പറ്റി? ആകെ തളർന്നു പോയി. ഇന്ന് രാവിലെ ബിൽഡിംഗ് ഓണർ അറബി അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. എന്തിന്? പിന്നെയും വാടക കൂട്ടിയോ? അതല്ല, നമ്മുടെ കഫ്തേരിയയുടെ ബിൽഡിങ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ നോട്ടീസ് തന്നിക്കണ്. ആ സ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ടത്രേ. ദുബായിലെ കൃഷ്ണമണി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു തുക്കട കഫറ്റീരിയ നിലനിർത്തിയിട്ട് അവർക്കെന്ത് പ്രയോജനം? നമ്മളൊക്കെ പുരാവസ്തുക്കളായില്ലേ. വിഷമിക്കണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ ഉണ്ടാവില്ലേ? ഇനി ഇതുപോലത്തെ സ്ഥലം കിട്ടണമെങ്കിലേ ഇതിന്റെ 5 ഇരട്ടി വാടക കൊടുക്കേണ്ടി വരും. വാടക മുതലാക്കണമെങ്കിലേ വല്ല ഡാൻസ് ബാറും തുടങ്ങേണ്ടി വരും. ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും പടച്ചവന്റെ തീരുമാനേ. 4-5 കൊല്ലം ഇവിടെ നിന്ന് കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പം കൊല്ലം 34 ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല. വേഗം സ്ഥലം കാലിയാക്കി കൊടുക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റണവർ പിടിച്ചു നിൽക്കുക, അല്ലാത്തവർ മടങ്ങുക. അതല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂ. ആഹാ, ഇവിടെ നടക്കണോ? അബ്ദുള്ളൊക്കെ പോവാന്നറിയില്ലേ? മൂപ്പര് അന്വേഷിക്കുന്നുണ്ട്. പോക്കുവരവ് തുടങ്ങിയിട്ടേ കൊല്ലം കുറെ ആയെങ്കിലും യാത്ര എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ചങ്കിടുപ്പാ. പാസ്പോർട്ടും ടിക്കറ്റും സൂക്ഷിച്ചു വെച്ചോ. മുകുന്ദൻ എവിടെ പോയി? ഫ്ലൈറ്റിന് സമയമായി എന്ന് അവനെ അറിയില്ലേ? ആ, എത്തിയല്ലോ. എവിടെയായിരുന്നു ഇതുവരെ? വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെല്ലാം. ഇനി എനിക്കാരുമില്ല. മറക്കില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാക്കട്ടെ. ചെമ്മണ്ണൂരിന്റെ പൊന്നോമന പുത്രൻ മന്ത്രി കരുണന് ജന്മനാടിന്റെ സ്വീകരണം. നാളെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ കൃഷ്ണവാര്യര്, കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജരാ. മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ്. ഒന്ന് കണക്ട് ചെയ്തു തരും? ഹലോ. സഖാവിനെ ഞാൻ എത്ര ദിവസമായി മൊബൈലിൽ ട്രൈ ചെയ്യുന്നു. ഒരാഴ്ചയായി ഞാൻ അതും പറഞ്ഞ് പിടിച്ചു നിൽക്കുക. സൊസൈറ്റിക്കാര് കടമടച്ച് തീർത്തപ്പോ സെക്യൂരിറ്റി ആയിട്ട് തന്ന ചെക്ക് തിരികെ ചോദിച്ചു. ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് പുറത്തേക്കിരുന്നേ. ചെക്ക് എങ്ങനെയോ മിസ്പ്ലേസ്ഡായി, തപ്പിയെടുക്കാം നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അവന്മാർക്ക് സംശയമായി.
എങ്കിൽ ഗോപാലേട്ടൻ ഡ്രോ ചെയ്ത 20 ലക്ഷം രൂപയുടെ ചെക്ക് കാണണമെന്നായി. സെക്യൂരിറ്റി തന്ന ചെക്കിന്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ. രണ്ടും ഒന്നാണെന്നറിഞ്ഞാ പിന്നെ എന്താ ഒരു പോംവഴി? അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്തു എന്ന് സമ്മതിക്കേ നിവൃത്തിയുള്ളൂ. സഖാവ് തന്നെ അവരോടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്നൊന്ന് ഊരിത്തരണം. ഞാൻ സംസാരിക്കാനോ? മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 5 ദിവസമായതേ ഉള്ളൂ. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ഞാൻ തന്നെ സമ്മതിക്കുക എന്നല്ല അർത്ഥം. അങ്ങനെയായാൽ മന്ത്രിസഭയിലും പാർട്ടിയിലും എൻ്റെ അവസ്ഥ എന്താകും? അല്ലെങ്കിലും പാർട്ടിയിൽ ചില്ലറയൊന്നല്ല ശത്രുക്കൾ. ഒരു കാര്യം ചെയ്യാം. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ആ കടത്തിലേക്ക് മുകുന്ദൻ അയച്ചു തന്ന തുക തിരിച്ചു തരാമെന്ന് പറ. സഖാവ് എന്തായി പറയുന്നേ? അൻവറിനെ പോലെയുള്ള തീവ്രവാദികളൊക്കെ അങ്ങനെ ഒതുക്കാൻ കഴിയുന്നാണോ? അവന്റെ പ്രിയപ്പെട്ട നേതാവ് മുകുന്ദൻ നാടുവിടാൻ തന്നെ കാരണം ഈ പ്രശ്നത്തിലല്ലേ? താനൊന്ന് സംസാരിച്ചു നോക്കടോ. സഖാവ് സംസാരിക്കണം. ഞാനിത് സംസാരിച്ചാലേ എന്നെ അവന്മാര് തല്ലിക്കൊല്ലും. ഒരു കാരണവശാലും എനിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. സഖാവ് പറഞ്ഞിട്ടില്ല ഞാൻ. അതിന് തെളിവൊന്നുമില്ലല്ലോ. എന്ന് വെച്ചാൽ സ്വന്തമായി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യുവാരേ. ഞാനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളില്ല. നാളത്തെ സ്വീകരണത്തിന്റെ കാര്യം തന്നെ എന്നുവെച്ചല്ലേ, നമുക്ക് പിന്നെ കാണാം. കീഴടങ്ങിയവനെ വെടിവെക്കരുതെന്നുള്ളത് യുദ്ധത്തിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് നീചനും നികൃഷ്ടനുമായി ഈ നാറിയെ വെട്ടി നുറുക്കാത്തത്. സഖാവ് കരുണനൊരിക്കൽ കെണിയിൽ വീണ് നമ്മുടെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ എവിടെയോ കിടന്ന് അലയുകയാണ്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കണം. വാര്യർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ് കൊടുക്കണം. മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന ചെമ്മണ്ണൂരിനെ സഹാക്കൾ ആരും തന്നെ മന്ത്രി കരുണൻ ഇന്നത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതൊന്നും ശരിയായ നടപടിയല്ല. പാർട്ടി അണികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വൻ ഭൂരിപക്ഷത്തോടെയാണ് നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ചെമ്മണ്ണൂരിനൊരു മന്ത്രിയെ കിട്ടിയിരിക്കുന്നത്. ഒരു ബാങ്ക് മാനേജർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് മന്ത്രിയുടെ സ്വീകരണ യോഗത്തിന് പോവാതിരിക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല. തെറ്റിയതോൻ മന്ത്രിയായാലും തന്ത്രിയായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇതിപ്പോ കുത്തിപ്പൊക്കിയ പാർട്ടിക്ക് സർക്കാരിന് ക്ഷീണമാണ്. പുത്തരി തന്നെ കല്ല് കടിച്ചു എന്നും പറഞ്ഞ് പ്രതിപക്ഷം ആഞ്ഞടിക്കും. അടിക്കട്ടടോ. പാർട്ടിയിലെ കള്ളനാണയങ്ങളെ പുറത്തു കളഞ്ഞാലേ പാർട്ടി ശുദ്ധീകരിക്കപ്പെടൂ. ഇങ്ങനൊരു മന്ത്രി പാർട്ടിക്കും വേണ്ട, ചെമ്മണ്ണൂരിനും വേണ്ട. അത് സഖാവ് മാത്രം തീരുമാനിച്ച പോരല്ലോ. ഇത് അൻവറിന്റെ മാത്രം തീരുമാനമാണെന്ന് ആര് പറഞ്ഞു? സൊസൈറ്റി ഗോപാലൻ എന്ന പാവം മനുഷ്യനെ നിങ്ങളൊക്കെ മറന്നു. ഒരു കള്ളനായിട്ടാണ് അയാൾ മരിച്ചത്. ഒരു കാലത്ത് ഗോപാലനായിരുന്നു ഇവിടുത്തെ പാർട്ടി. അയാളെ ചതിച്ചവൻ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല. ഒരുപാട് പഴങ്കഥയൊന്നും പറയണ്ട മാഷേ. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നുകൂടാ. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അവരെ അർഹതയുള്ളവർ ഭരിച്ചാൽ മതി. ഈ തെണ്ടി മറ്റാരുടെ ഏജന്റാണ്. പാർട്ടിയിൽ പൊട്ടിത്തെറുണ്ടാക്കാൻ വേണ്ടി മന്ത്രി കരുണന്റെ പേര് മനഃപൂർവ്വം വലിച്ചിറക്കിയാണ്. മന്ത്രി പറഞ്ഞാൽ ഇയാളെ കയ്യിൽ വല്ല തെളിവുണ്ടോ? കയ്യും കാലും കൊത്തിയരി. മന്ത്രി കരുണൻ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ, ഈ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. അനവധി നിരവധി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കരുണ മന്ത്രി കരുണനിത ഇതാ നമ്മുടെ പ്രിയ പുത്രൻ മന്ത്രി കരുണ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷെ, നമ്മൾ എന്തായാലും സെക്രട്ടേറിയറ്റിൽ വിവരം അറിയിക്കണം. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കരുണനെ കുറ്റക്കാരനാക്കാൻ എന്ത് തെളിവാണ് ഉള്ളത്? മാനേജർ വാര്യരുടെ മൊഴി തെളിവല്ലേ? പാർട്ടി തെളിവെടുപ്പെടുത്തുമ്പോ വാര്യർ കൂറുമാറിയ ആ എങ്കിൽ വാര്യരെ പിന്നെ ജീവനോടെ ആരും കാണില്ല. അങ്ങനെ ചെയ്താൽ കരുണൻ എന്നേക്കുമായി രക്ഷപ്പെടും. മുകുന്ദനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ വിഷമം മുഴുവൻ. ഒരു കാര്യവുമില്ലാതെ അവൻ എവിടെയോ കിടന്നെന്ന് അറിയിക്കുന്നു. മൂന്നാട്ടിനിപ്പോൾ എവിടെയാണുള്ളതെന്ന് വല്ല വിവരമുണ്ടോ? ഗൾഫിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു എത്തുമ്പടിയും കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കൾക്ക് നമ്മുടെ മുകുന്ദന്റെ കാര്യത്തിൽ എന്ത് താല്പര്യം അൻവറേ? നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കേണ്ടതായിരുന്നു. നേരിട്ടെന്ന് പറഞ്ഞ നമ്മൾ അവിടെ പോയി അന്വേഷിക്കണം. ശരിയാ. മുകുന്ദൻ ഇനി എന്തിന് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണം? ഞാൻ പറയുന്നത് മുകുന്ദനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അൻവർ തന്നെ ഏറ്റെടുക്കണമെന്നാ.
ഞാനത് പലവട്ടം ആലോചിച്ചിട്ടുള്ളതാണ് മാഷെ. പക്ഷേ ഇല്ല, ഇനി അത് വൈകിക്കൂടാ. ഹലോ, ഇപ്പൊ എവിടെ എത്തി? ആ, ഹലോ ഹലോ, ദാ ഇവിടെ. ആ അൻവർ. ഞാൻ മായ. മനസ്സിലായി. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയില്ലേ? ആ, കുറച്ച്. ഒന്നും കൊടുത്തു വിടണ്ട നമ്മയോട് പല പ്രാവശ്യം പറഞ്ഞതാ. കടുമാങ്ങാച്ചറ ഇവിടെ കിട്ടാത്ത സാധനം അമ്മയുടെ വിചാരം. വെറുതെ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാൻ. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കാൻ പറ്റൂ. ഇത് കേടുകൂടാതെ കുറെ കാലം ഇരിക്കുന്ന അമ്മ പറഞ്ഞിരുന്നു. ആ ധൈര്യത്തിലാ ഇത്തിരി വൈകിച്ചത്. ദാ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് പാസ്സായി. ജോലി വല്ലതും ശരിയായോ? ഇല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ജോലി തേടി വന്നതല്ല ഞാൻ. ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. അയാളെ കണ്ടെത്തുന്നവരെ പിടിച്ചു നിൽക്കാൻ ജോലി, അത്രേ ഉള്ളൂ. അൻവർ ചെമ്മണ്ണൂരിന്നല്ലേ? അതെ. ആരെ അന്വേഷിച്ചു വന്നു എന്നാ പറഞ്ഞേ? ഒരു മുകുന്ദൻ. മുകുന്ദേട്ടൻ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ആള്. അല്ല, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു. 3 വർഷമായിട്ട് ആളെക്കുറിച്ചൊരു വിവരവുമില്ല. എനിക്കറിയാം മുകുന്ദേട്ടനെ. മുകുന്ദേട്ടനെ അറിയോ? ഇന്ന് കുറച്ചധികം പേഷ്യൻസ് ഉള്ള ദിവസാ. വൈകിട്ട് അബ്രയില് വരും. ശരി.